ഗൂഢാലോചന ഫിക്ഷൻ വിഭാഗത്തിൽപ്പെട്ട നോവലിന്റെ പ്രസാധകർ ലീഡ് സ്റ്റാർട്ട് പബ്ലിഷിംഗ് ആണ്. മതങ്ങളുടെ പേരിൽ ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങളും അന്വേഷണങ്ങളും ദുരൂഹതകളും ഇതിവൃത്തമായ സംഭ്രമജനകമായ നോവലാണിത്. മാർപ്പാപ്പയുടെ അകമ്പടി സേനയിലെ മുൻ മുഖ്യ സൈന്യാധിപൻ നടത്തുന്ന കൊലപാതക പരമ്പരയോടെയാണ് നോവൽ ആരംഭിക്കുന്നത്. കൊല്ലപ്പെടുന്നവർ സമൂഹത്തിൽ വിശുദ്ധരായി ആരാധിക്കപ്പെടുന്നവരാണ്. തുടർന്ന് നായകൻ വിവിധ രാജ്യങ്ങളിലൂടെ പ്രയാണം തുടങ്ങുന്നു. യാത്രയിലുടനീളം അതത് രാജ്യങ്ങളിലെ സർക്കാരുകളും രഹസ്യാന്വേഷണ ഏജൻസികളും അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടുന്നു. 2.5 വർഷത്തോളം ഇതിനെക്കുറിച്ച് ഗവേഷണം ചെയ്തതിന് ശേഷം ഈ സീക്രട്ട് സൊസൈറ്റിയെക്കുറിച്ച് എഴുതണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു. അങ്ങനെ 2 വർഷത്തോളം ഗവേഷണം ചെയ്തതിന് ശേഷം 1 വർഷത്തോളം എഴുതാനെടുത്തു. ഇത് നമ്മൾ പശ്ചാത്തലമായിട്ട് 8 രാജ്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. ലോകത്തിലെ പല രാജ്യങ്ങളും പല ഗവൺമെൻറ്റുകളും പല സേനകളും നുഴഞ്ഞു കയറി ആൾക്കാരെ വെക്കുകയാണ് ഈ സീക്രട്ട് സൊസൈറ്റിയുടെ റോള്. ഇതേപോലെ തന്നെ മറ്റു മതങ്ങളിലും ഇതേപോലെയുള്ള സീക്രട്ട് സൊസൈറ്റീസ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഈ പുസ്തകത്തിലൂടെ. 2.5 വർഷത്തോളം നീണ്ട ഗവേഷണത്തെ തുടർന്നാണ് 406 പേജുള്ള നോവൽ രചിക്കാൻ സഹായം ലഭിച്ചത്. അതിനാൽ നോവലിലെ പല ഭാഗങ്ങൾക്കും യാഥാർത്ഥ്യവുമായി ഏറെ ബന്ധമുണ്ടെന്നും രചയിതാവ് വ്യക്തമാക്കി. അലൈൻ ഔറോൺ ഇംഗ്ലീഷ് സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശ്രേയസ് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദമെടുത്തു. ഇപ്പോൾ സിംഗപ്പൂർ സർക്കാരിന്റെ ഗതാഗത വിഭാഗത്തിൽ റിസർച്ച് എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ് ഈ 24-കാരൻ. അബുദാബി സർക്കാരിന്റെ ഫാം വികസന വിഭാഗത്തിൽപ്പെട്ട അൽഫുവ കമ്പനിയുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡയറക്ടറായ പള്ളിയാനി നന്ദകുമാറിന്റെയും മിനിയുടെയും ഇളയ മകനാണ്. എൻ്റെ അച്ഛൻ എന്നും എന്നോട് പറഞ്ഞത്, നിന്റെ മനസ്സാണ് എന്നും നിന്റെ ഏറ്റവും വലിയ ആയുധം. നിനക്ക് ശരിയെന്ന് തോന്നൽ വിശ്വസിക്കുക. അതൊരു പുസ്തകം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞുകൊണ്ടോ നീ അത് ഗ്രന്ഥമായെടുക്കരുത്. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യാം. ഈ അച്ഛൻ്റെ ഒറ്റ വാക്കാണ് എന്നെ ഇത്രത്തോളം ചിന്തിക്കാനും ഇങ്ങനത്തെ സാഹിത്യത്തിൽ ഇങ്ങനത്തെ ഒരു പുസ്തകം രചിക്കാനും എനിക്ക് ഏറ്റവും വലിയ പ്രചോദനമായത്. മലയാളത്തിലാണ് ഇനി അടുത്ത നോവൽ പിറക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മീഡിയ 1, ദുബൈ.